Hello friends, Evotech material എല്ലാ സുഹൃത്തുക്കളും നമ്മൾ കഴിഞ്ഞ 2 ദിവസം ടെക് ന്യൂസ് കംപ്ലീറ്റ് കവർ ചെയ്യാണ്ട് പോവുകയാണ്. അതിന് ചെറിയൊരു അപ്ഡേറ്റ് പറയാനുണ്ട്. അന്ന് 180 കേസ് കണ്ടപ്പോൾ എന്നെ മാറ്റി വെച്ച എക്സാം ആണ് എൻ്റെ കേരള യൂണിവേഴ്സിറ്റി. ഇപ്പോൾ 16 കേസിനകത്തോണ്ട് കുഴപ്പമില്ല ചെന്ന് എഴുതിക്കൊള്ള യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എക്സാംസ് ഒക്കെ പറയാണ് പഴയതുപോലെ ഡെയിലി 2 വീട്ടിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീഡിയോയുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവുണ്ടാവും. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ടെക് ന്യൂസ് വരുന്ന ആപ്പിൾ വാച്ചിന്റെ കാര്യമാണ്. 61 വയസ്സുകാരനായ അച്ഛന് മകൻ ആപ്പിൾ വാച്ച് സമ്മാനമായിട്ട് നൽകി. ആപ്പിൾ വാച്ചിന്റെ സീരീസ് 5 അങ്ങനെ ഒരിക്കലും ഇല്ലാതെ ആ ഹാർട്ട് ബീറ്റിൽ വലിയൊരു വേരിയേഷൻ കണ്ടെത്തി. അതായത് ദിവസവും മാറി മാറിയുള്ള ഹാർട്ട് ബീറ്റിൻ്റെയൊക്കെ റിതം കണ്ടെത്തിയതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് ഡോക്ടറെ കാണിക്കാതെ ഇത് ചെക്ക് ചെയ്തപ്പോഴേ മനസ്സിലായത് ഹാർട്ടിൻ്റെ വാൽവിൽ വലിയൊരു പ്രശ്നമുണ്ട്, ഉടൻ തന്നെ മേജർ സർജറി ആവശ്യമുണ്ടെന്നുള്ള കാര്യം. അതുവരെയും ഹാർട്ട് സംബന്ധമായ യാതൊരു പ്രശ്നമില്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചപ്പോഴത്തേക്കാണ് ഇന്നത്രയും വലിയൊരു പ്രശ്നം അദ്ദേഹത്തിന് ഉള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ആ ഓപ്പറേഷൻ സഹായത്താൽ കാരണം അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നത്. ആപ്പിൾ വാച്ച് ഇതേപോലെ നിരവധി ജീവനെ രക്ഷിക്കാറുണ്ടെന്ന് പല ദിവസം ന്യൂസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ന്യൂസ് പ്രത്യേകത തോന്നാൻ കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇത് മാത്രമല്ലാതെ ഫാൾ ഡിറ്റക്ഷൻ പോലത്തെ പല ഫീച്ചേഴ്സ് ആപ്പിൾ വാച്ച് ഉണ്ടായത്. നമ്മൾ വീഴുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റും പ്രഷറൊക്കെ പരിശോധിച്ചതിന് ശേഷം ആ വ്യക്തിക്ക് എന്തെങ്കിലും ആപത്തുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ 108 അതേപോലെ എമർജൻസി നമ്പേഴ്സിലൊക്കെ ഉടൻ തന്നെ വിളിച്ച് പറയും അതേപോലെ വീഴുന്നിട്ടുണ്ട്, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് ആളിന്. അങ്ങനത്തെ രീതിയിലൊക്കെ പല ഫീച്ചേഴ്സ് ആപ്പിൾ വാച്ചിനുണ്ട്. ഇതേ നമ്മൾ ആ മേഖലയിലൊന്നും കടക്കുന്നില്ല. ഈ പുള്ളിക്കാരൻ ജീവൻ രക്ഷിച്ചത് ഇപ്പോൾ ആപ്പിൾ വാച്ചാണ്. നമ്മൾ അടുത്ത അപ്ഡേറ്റ് എടുത്ത് LGയുടെ ഭാഗത്താണ്. റോളബിൾ ടി വി അല്ലെങ്കിൽ ചുരുട്ടി മടക്കിയൊക്കെ വെക്കാൻ വരുന്ന ടി വിയുടെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇതിനുള്ള വീഡിയോയിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ LG ഇപ്പോൾ 64 ഇഞ്ച് വരുന്ന റോളബിൾ ടി വി 65 ലക്ഷം രൂപയ്ക്ക് 64 ലക്ഷം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് ഓരോ ഇഞ്ചിനും 1 ലക്ഷം രൂപ നിങ്ങൾ കണക്കാക്കിയാൽ മതി. 64 ഇഞ്ച് വരുന്ന റോളബിൾ ടി വി LG ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു പെട്ടിയുണ്ട്, ആ പെട്ടിക്കകത്താണ് ടി വി റോൾ ചെയ്തിരിപ്പുണ്ടാവുക. നമ്മളിപ്പോൾ ടി വി ഓണാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കനുസരിച്ചുള്ള നമുക്ക് എന്ത് സൈസാണോ ആവശ്യം അതിനനുസരിച്ച് ഹൈറ്റിൽ പൊങ്ങയും താഴെയും ചെയ്യും ടി വി. അതായത് 64 ഇഞ്ച് വരെ 65 ഇഞ്ച് വരെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സൈസ് വെച്ച് വേണോ ആ ടി വിയുടെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. LG ടി വി ലൈനപ്പിൽ ഇനി RX വരുന്ന എല്ലാ മോഡലും റോളബിൾ ടി വിസ് ആയിരിക്കും. ഇതിന് മെയിനായിട്ട് ആ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിന് വളരെ ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടി വി ഓഫ് ആക്കുന്ന സമയത്ത് ബ്ലൂടൂത്ത് സ്പീക്കർ, അതായത് നമ്മുടെ സൗണ്ട് ബാർ എന്ന് പറയത്തില്ലേ, ആ രീതിയിൽ തന്നെ ഈ ടി വി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ആപ്പിളിൻ്റെ ഭാഗത്താണ്. ചെറിയൊരു നിരാശയുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഞാൻ ഇതിനുള്ള വീട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ആപ്പിളിൻ്റെ നമ്മുടെ പുതിയ iPhone 12ഉം 11 കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്കും വലിയ പെർഫോമൻസ് ഡിഫറൻസ് ഇല്ലാന്ന്. അതിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ബെഞ്ച് മാർക്ക് സ്കോറുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. 10% വരെ ഇമ്പ്രൂവ്മെന്റ്. അതായത് നമ്മുടെ iPhone 11 നിന്ന് 12ലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം 10% വരെ പെർഫോമൻസ് ഡിഫറൻസേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ. അതുകൊണ്ട് നമ്മൾ iPhone 11 നിന്ന് 12ലേക്ക് മാറാമെങ്കിൽ തീരെ പെർഫോമൻസ് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും നല്ല ഡിസ്പ്ലേക്ക് നല്ല ക്യാമറ ഒക്കെ വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ പെർഫോമൻസിന് വേണ്ടിയാണ് നിങ്ങൾ ഡിവൈസ് അപ്ഗ്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെട്ടു പോകും. അടുത്ത നമ്മുടെ ന്യൂസ് ആന്റിവൈറസിന്റെ കാര്യമാണ്. മെക്കഫെ എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, മെക്കഫെ എന്നുള്ള ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. എന്നാൽ ഇനി മുതൽ വളരെ കെയർഫുൾ ആയിട്ട് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് തോന്നിയാൽ മാത്രമേ നിങ്ങൾ മെക്കഫെ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തുള്ളൂ. കാരണം ചൈനീസ് ഹാക്കേഴ്സ് മെക്കഫെ എന്ന സെയിം ആപ്ലിക്കേഷൻ സെയിം നെയിമിൽ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒറിജിനൽ ആപ്ലിക്കേഷൻ പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ ചൈനീസ് ഹാക്കേഴ്സിന്റെ സോഫ്റ്റ്വെയർ ആയിരിക്കും. ഈ ഫേക്ക് ആയിട്ടുള്ള മെക്കഫെ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ഡേറ്റേഴ്സും ഈ ഹാക്കേഴ്സിന്റെ കയ്യിൽ എത്തിപ്പെടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ലെജിറ്റിമേറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രമേ മെക്കഫെ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. വയർലെസ് ചാർജിങ്ങിന്റെ കാര്യത്തിൽ വളരെ വലിയൊരു മാറ്റമായിട്ട് നമ്മുടെ MI എത്തിയിരിക്കുകയാണ്. 80 വാട്ടിന്റെ ഫാസ്റ്റ് വയർലെസ് ചാർജിങ് നമ്മുടെ MI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 4000 mAh ബാറ്ററി 8 മിനിറ്റ് ഉണ്ട്. നിസ്സാരം 8 മിനിറ്റിൽ 50% ചാർജ് ആക്കാൻ സാധിക്കും. കൃത്യമായി പറഞ്ഞാൽ 19 മിനിറ്റ് കൊണ്ട് 100% ചാർജ് 4000 mAh ബാറ്ററി ഫില്ല് ചെയ്യാനായിട്ട് ഈ ഒരു ടെക്നോളജി കൊണ്ട് സാധിക്കും. നമ്മൾ അടുത്ത അപ്ഡേറ്റ് വന്നിട്ടുള്ള നാസയുടെ ഭാഗത്താണ്. നാസ ചന്ദ്രനിൽ നമ്മുടെ മൂണിൽ ആദ്യമായിട്ട് 4G കൊണ്ടുവരാൻ പോവുകയാണ്. ഇതുവരെ എന്തുകൊണ്ട് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ വാക്യൂം ആണ്, പിന്നെ ഹൈ റേഡിയേഷൻസ് ആണ്, പിന്നെ ഹീറ്റും ടെമ്പറേച്ചറിന്റെ കാര്യം മൊത്തം പ്രശ്നങ്ങൾ മാത്രമാണ്. ഇതെല്ലാം വിസ്റ്റേൻഡ് ചെയ്യുന്ന ഒരു 4G നെറ്റ്വർക്ക് ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് നമ്മുടെ നോക്കിയാണ് കൊണ്ടുവരാൻ പോകുന്നത് നാസയുടെ സഹായത്തോടു കൂടി. 2030-40 ആകുമ്പോൾ ചന്ദ്രനിൽ ആൾക്കാർ താമസിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നാസ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്. അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം 4G ഇപ്പോൾ ചന്ദ്രനിലേക്ക് എത്തിയിരിക്കുന്നത്. ഹൈ സ്പീഡ് വീഡിയോ സ്ട്രീമിംഗ് ആയിരുന്നാലും അങ്ങനെ പല ഫെസിലിറ്റീസ് എല്ലാം നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് ചന്ദ്രനിൽ നിന്ന് ഭൂമിയായിട്ട് ചെറിയൊരു കണക്ഷൻ ഇനി വരാൻ പോവുകയാണ്. അടുത്ത അപ്ഡേറ്റ് വരുന്ന വാട്സാപ്പിന്റെ കാര്യമാണ്. വാട്സാപ്പ് വെബിൽ വലിയൊരു അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. വാട്സാപ്പ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോൾ പോലും വരാണെങ്കിൽ നമുക്ക് മൊബൈൽ എടുത്താൽ മാത്രം സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വീഡിയോ കോൾ ആയിരുന്നാലും ശരി തന്നെ മൊബൈൽ എടുത്താൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇനി മുതൽ വാട്സാപ്പ് വെബ് ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തിക്ക് കോൾ വന്നാലും നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുവഴി തന്നെ നമുക്ക് ഡയറക്റ്റ് ഫോൺ വിളിക്കാനോ വീഡിയോ കോളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അവസാനം അപ്ഡേറ്റ് വരുന്ന ജിയോയുടെ കാര്യത്തിലാണ്. ജിയോ 5G മൊബൈൽസ് വരുമെന്നുള്ള കാര്യം നമ്മൾ മുന്നേ പറയുന്നതാണ്. ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. 5000 രൂപയ്ക്കായിരിക്കും ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ജിയോ 5G മൊബൈൽ വിൽക്കുന്നുണ്ടാവുക. അതിനുശേഷം 2500 രൂപ മുതൽ 3000 രൂപയ്ക്ക് അകത്തായിരിക്കും നമുക്ക് ജിയോയുടെ സ്വന്തം 5G മൊബൈൽ കിട്ടുക. കാരണം
കാരണം സ്റ്റാർട്ടിങ്ങിൽ പ്രൊഡക്ഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ 5000 രൂപ പ്രൈസ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ ആവശ്യത്തിന് ആൾക്കാർ മേടിച്ച് തുടങ്ങുമ്പോഴത്തേക്കും പ്രൈസ് കുറയ്ക്കാൻ ഉദ്ദേശിച്ചത്. അതായത് 2500 രൂപയ്ക്കകത്ത് തന്നെ നമുക്ക് ജിയോയുടെ 5G മൊബൈൽ നമുക്ക് കിട്ടുന്ന കാര്യം സംശയമൊന്നും വേണ്ട. ഇപ്പോൾ ജിയോ ഒഫീഷ്യലായിട്ട് ഈ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വളരെ ഡിലേ ഇല്ലാതെ 4G നിന്ന് 5Gയിലുള്ള നമ്മുടെ ഇന്ത്യയുടെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം നമ്മൾ ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എൻ്റെ പേര് ആദർശ്. താങ്ക്സ് ഫോർ